ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വീട് കാണിക്കുന്നു. അവിടെ ഹീറോയെയും കാണിക്കുന്നു. ഹീറോ ആ സമയം താനൊരു പൂജയിലാണെന്ന് അവളോട് പറയുന്നു. അവർക്ക് തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പായി അതിനു വേണ്ട ചില അത്യാവശ്യ പൂജകളാണ് താൻ ചെയ്യുന്നതെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു. പക്ഷേ ആകെ കാത്തിരുന്നും അടുത്ത ഹീറോയിൻ അവനോട് അതൊക്കെ നിർത്തിയിട്ട് വരാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഒടുവിൽ ഹീറോ അവൻ്റെ പൂജയൊക്കെ അവസാനിപ്പിച്ച് ഹീറോയിൻ്റെ അടുത്തേക്കെത്തി. അവർക്കിടയിൽ ചില സംഗതികളൊക്കെ നടക്കാനായി തുടങ്ങി. ആ സമയം ആരോ കഥകിൽ മുട്ടിയതും ഹീറോയിൻ ഞെട്ടിയ ശേഷം സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു. ഇത്ര നേരം അവിടെ നടന്നത് ഹീറോയിൻ ചിന്തിച്ചു കൂട്ടിയ സ്വപ്നമാണെന്ന് അപ്പോൾ കാണിക്കുന്നു. വന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടിനെ ഒന്ന് ശകാരിച്ച ശേഷം എന്തിനാ ഇങ്ങനെ നീ കഥകിൽ മുട്ടി വിളിക്കുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ അവളെ അകത്തേക്ക് വിളിച്ചു. നീ ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഫ്രണ്ട് അവളോട് തിരക്കി. അതിനൊന്നുമില്ല, നീ വന്ന കാര്യം പറ എന്ന് ഹീറോയിൻ അവളോട് ചോദിച്ചു. തൻ്റെ ഒരു ഡ്രസ്സ് തുന്നിക്കൊടുക്കാനായി ഫ്രണ്ട് അവളോട് ആവശ്യപ്പെട്ടു. ശേഷം ഫ്രണ്ടിൻ്റെ അളവൊക്കെ എടുത്ത് ഹീറോയിൻ അവളെ പറഞ്ഞയച്ചു. തുടർന്ന് ഹീറോ എവിടെയെങ്കിലും പോയ എന്ന് ഹീറോയിൻ ചിന്തിച്ച ശേഷം അവൾ വല്ലാതെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അടുത്ത സീനിൽ ഒരു പീഡ വിൽക്കുന്ന കട കാണിക്കുന്നു. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. ശേഷം ഹീറോ ആ കടയിൽ നിന്നും പീഡ വാങ്ങുകയും അവിടെ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് അത് വച്ച് എന്തോ പൂജ ചെയ്യുകയാണെന്നും ആ കടക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു. ഹീറോ ഇതെന്താ ചെയ്യുന്നതെന്ന് ആശ്ചര്യത്തോടെ അവർ അവനോടും തിരക്കി. പക്ഷെ അതൊക്കെ കേട്ടിട്ടും ഹീറോ അവരോടൊന്നും മിണ്ടാതെ പീഡ വാങ്ങി ആ മരത്തിനടുത്തേക്ക് പോയി തൻ്റെ പൂജ നടത്തി. ആ സമയം ഹീറോയിൻ അതുവഴി നടന്നു വരുന്നു. ഹീറോയിൻ ആ കടയിലേക്ക് വന്നതോടെ ആ പോലീസ് ചേട്ടൻ ഹീറോയിനെ നോക്കി വെള്ളമിറക്കാൻ തുടങ്ങി. അവളോട് കമൻ്റ് അടിക്കാൻ പോയ അയാൾക്ക് ഹീറോയിൻ തന്നോട് ഈ നമ്പറൊന്നും വില പോകില്ല എന്നവൾ പറഞ്ഞു. ആ സമയം ഹീറോയെ കണ്ട അവൾ അവനെ അടുത്തേക്ക് വിളിപ്പിച്ച് അവൻ്റെ പൂജയൊക്കെ ഏതുവരെ എത്തിയെന്ന് അവനെ കളിയാക്കി അവൾ ചോദിച്ചു. അപ്പോഴാണ് ഹീറോയിൻ അവനോട് വൺ സൈഡ് ലവ് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുന്നത്. ഹീറോയിൻ തന്നെ കളിയാക്കുന്നത് മനസ്സിലാക്കിയ അവൻ നീ വിചാരിക്കുന്ന പോലെ അല്ല, കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. ഹീറോയിൻ അവനോട് തൻ്റെ വീട്ടിലേക്കൊന്ന് വരാനായും അവിടേക്ക് വന്ന് പൂജ ചെയ്യാനും ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ സ്വന്തം വീട്ടിൽ മാത്രമേ പൂജകൾ ചെയ്യാറുള്ളൂ എന്നും മറ്റൊരിടത്തേക്കും പോകില്ല എന്നും പറഞ്ഞു. അതോടെ താൻ ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും തന്നെപ്പോലെ ഒരു പെണ്ണിനെ വേണ്ട എന്ന് വയ്ക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു എന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു. ആ ഗ്യാപ്പിൽ ആ പോലീസ് ചേട്ടൻ ഹീറോയിനെ സൈറ്റടിക്കാൻ നോക്കുന്നു. പക്ഷേ തന്നോട് കമ്പനി കൂടാൻ മിനിമം യോഗ്യതകൾ വേണമെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു. ശേഷം ഹീറോ തനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അതോടെ ഇപ്പോൾ പോയിക്കോ, പക്ഷേ എൻ്റെ കയ്യിൽ തന്നെ നീ പെടുമെന്ന് ഹീറോയിൻ അവനോട് വിളിച്ചു പറഞ്ഞു. തുടർന്ന് അടുത്ത സീനിൽ മറ്റൊരു വീട് കാണിക്കുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു അത്. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ചില റൊമാൻസൊക്കെ നടക്കാൻ തുടങ്ങുന്നതായും അവർ സംഗതികൾ ചെയ്യുന്നതായും കാണിക്കുന്നു. ശേഷം അടുത്ത സീനിൽ ഹീറോയുടെ കല്യാണം കഴിഞ്ഞതായി കാണിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ടിയും അവിടെ നടക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാനും ചെയ്യാനും ഹീറോയിനും ഉണ്ടായിരുന്നു. ഹീറോയിൻ അവർക്ക് വേണ്ട മണിയറ അലങ്കരിക്കുന്നതിൻ്റെ തിരക്കിൽ ആയിരുന്നു. ആ സമയം ഹീറോയുടെ ഭാര്യ റൂമിലേക്ക് കടന്നു വന്നു. ഹീറോയിൻ അവളെ പരിചയപ്പെടുന്നു. താൻ ഇവിടെ അടുത്തുള്ളതാണെന്നും ഹീറോയുടെ ഫ്രണ്ടാണെന്നും തനിക്കൊരു തയ്യൽക്കട ഉണ്ടെന്നും ഹീറോയിൻ അവളോട് പറഞ്ഞു. ശേഷം ഹീറോയെപ്പറ്റി ഭാര്യ ഹീറോയിനോട് തിരക്കി. ഹീറോയിൻ അവനെപ്പറ്റി വളരെ നല്ലതായി പറഞ്ഞു. ശേഷം ആദ്യരാത്രിക്ക് മുമ്പായി ഹീറോയിൻ അവിടെ നിന്നും പോയി. ശേഷം ഹീറോ ആ മുറിയിലേക്ക് വരികയും അവൻ പതിവ് പോലെ എന്തൊക്കെ പൂജകൾ ചെയ്യുവാനും തുടങ്ങുന്നു. അത് കാണുന്ന ഭാര്യയ്ക്ക് ഇവനെന്താ വട്ടാണോ എന്ന് ചിന്തിക്കുന്നു. ശേഷം അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ ആ രാത്രിയിൽ വല്ലാത്ത മൂഡിലായിരുന്നു. അവൾ ചില കൈപ്പണികൾ ചെയ്യുന്ന സമയം ആ പോലീസ് ചേട്ടൻ ആ റൂമിന് പുറത്തു നിന്നും ഹീറോയിനെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഹീറോയിൻ നോക്കിയതും അവൾ അയാളെ കണ്ട് ഞെട്ടി. വേഗം പോയി അയാളെ പറഞ്ഞയക്കാൻ നോക്കി. പക്ഷേ ഇനിയും നീ ഹീറോയെ ഓർത്ത് സമയം കളയണ്ട എന്നും നിനക്ക് ഞാൻ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞയാൾ ഹീറോയിൻ്റെ ഒപ്പം കമ്പനിയാകാനായി ശ്രമിച്ചു. പക്ഷേ തനിക്കിപ്പോൾ ആരുടെയും കമ്പനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഇടിച്ചു കയറാൻ നിന്ന അയാളെ പുറത്താക്കി ഹീറോയിൻ വാതിലടച്ചു. അടുത്ത സീനിൽ നേരം പുലരുന്നത് അറിഞ്ഞ ഹീറോ ഉറക്കത്തിലായിരുന്ന ഭാര്യയെ ഉണർത്താൻ നോക്കി. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ തനിക്കൊപ്പം ഒന്നും ചെയ്യാൻ നിൽക്കാതെ പൂജയെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിൻ്റെ കലിപ്പിലവൾ തനിക്കിപ്പോൾ ഉണരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വീണ്ടും കിടന്നുറങ്ങി. അടുത്ത സീനിൽ ആ കടക്കാരൻ ചേട്ടനെ കാണിക്കുന്നു. അവിടേക്ക് ഹീറോ വരുന്നത് കാണുന്ന അവനെ പതിവ് പോലെ അവർ കളിയാക്കി. ഹീറോ എന്നത്തെയും പോലെ പൂജ ചെയ്യാനായി ആ മരത്തിനടുത്തേക്ക് പോയി. ശേഷം അടുത്ത സീനിൽ ഹീറോയുടെ ഭാര്യ തനിക്ക് വേഷങ്ങളെടുത്ത് തരാനായി അവനോട് ആവശ്യപ്പെട്ടു. കുളിച്ചിട്ടെത്തിയ അവൾ ഹീറോയോട് അത് പറഞ്ഞിട്ടും അവൻ അതൊക്കെ നിനക്ക് സ്വയം ചെയ്യാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ടും അവൾ വീണ്ടും ഹീറോയെ നിർബന്ധിച്ചു.
ഹീറോ വേഷങ്ങൾ എടുത്ത് കൊടുക്കുന്ന സമയം ഹീറോയെ ഒരു വഴിക്ക് അവൾ വശീകരിച്ചെടുത്ത് അവർക്കിടയിൽ അവിടെ വെച്ചൊരു സംഗതിയും നടക്കുന്നു. ശേഷം അടുത്ത സീനിൽ ആ പോലീസ് ചേട്ടനും കടക്കാരൻ ചേട്ടനും ചേർന്ന് ഹീറോയുടെ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയം അവൾ ആ കടയിലേക്കെത്തി. അവളെ കണ്ട പോലീസുകാരൻ ചേട്ടൻ എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അവൾ ഹീറോയിൻ്റെ വീട് എവിടെയാണെന്ന് അവരോട് തിരക്കി. അവർ അവൾക്ക് അഡ്രസ്സ് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതോടെ വീട് കണ്ടെത്തി അവൾ ഹീറോയിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ ഹീറോയിൻ അവളെ കണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചു. അവൾ തനിക്കൊരു ഡ്രസ്സ് വേണമെന്നും അത് ഹീറോയുടെ മനമയക്കുന്ന വേഷമാവണമെന്നും പറഞ്ഞ് അവിടെ നിന്നും ആവശ്യമുള്ളത് വാങ്ങി. ശേഷം വീട്ടിലെത്തിയതോടെ വേഷങ്ങൾ ധരിച്ചവൾ റെഡിയായി നിൽക്കുന്നു. പക്ഷേ ഹീറോ ആ സമയം പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ ഹീറോയുടെ ഭാര്യയെ പിന്തുടർന്ന് വന്ന ആ കടക്കാരൻ ചേട്ടനും പോലീസ് ചേട്ടനും ജനലിലൂടെ അവളെ നോക്കി നിൽക്കുകയും പെട്ടെന്ന് അവരെ അവൾ കാണുന്നതോടെ അവർ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. അതോടെ സീരീസിൻ്റെ ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്നു. സീരീസിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.